Hello all, welcome back to the channel NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് തെർമൽ പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ മൂന്നാമത്തെ പാർട്ടാണ്. സോ ഇതിനു മുൻപുള്ള പാർട്സ് ഒന്നും കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപ് തിയറി പഠിച്ച ശേഷം കാണാം. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ഒരു ചോദ്യം ടെമ്പറേച്ചർ കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു ന്യൂ സ്കെയിൽ, അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ W സ്കെയിൽ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും തന്നിട്ടുണ്ട്. ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് x0 എന്ന് ഡിനോട്ട് ചെയ്യാം, അത് 39ഉം ബോയിലിംഗ് പോയിന്റ് x100 എന്ന് ഡിനോട്ട് ചെയ്യാം, അതിന് 239ഉം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ സെൽഷ്യസ് സ്കെയിലിലെ ടെമ്പറേച്ചർ 39 ഡിഗ്രി സെൽഷ്യസ് ഈ പുതിയ തെർമോമീറ്ററിൽ മെഷർ ചെയ്യുമ്പോഴുള്ള വാല്യൂ എന്താണെന്ന് ചോദ്യം. 39 ഡിഗ്രി സെൽഷ്യസിന് ഇക്വാലന്റ് ആയിട്ട്, അതായത് 0 ഡിഗ്രിന് ഇക്വാലന്റ് ആയിട്ടാണ് 39, 100ന് ഇക്വാലന്റ് ആയിട്ടാണ് 239. അപ്പൊ 39ന് ഇക്വാലന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്താ എന്നാണ് ചോദ്യം. ഓക്കെ, സോ എങ്ങനെയാ നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കാം. C/100 എന്ന് വെച്ചാൽ ഏതൊരു പ്രോപ്പർട്ടി ആണെങ്കിലും xt minus x0 by x100 minus x0. അതിൽ C ആണ് അവർ തന്നിരിക്കുന്ന 39 ഡിഗ്രി ടെമ്പറേച്ചറും ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ C നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ T എന്ന് എഴുതാം. അപ്പൊ 39/100 ഈക്വൽ ടു xt നമുക്ക് അറിയില്ല, x0 39 തന്നിട്ടുണ്ട്, x100 239 തന്നിട്ടുണ്ട്, മൈനസ് 39 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 39/100 ഈക്വൽ ടു xt minus 39/200 എന്ന് കിട്ടും. ഓർ 0 ക്യാൻസൽ ആക്കാം. 39 into 2 equal to xt minus 39, that is 78 equal to xt minus 39. അപ്പൊ xt എന്ന് വെച്ചാൽ എന്തായിരിക്കും? 78 plus 39 എന്ന് കിട്ടും, എന്ന് വെച്ചാൽ 117 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ 39 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള W സ്കെയിലിന്റെ റീഡിംഗ് എത്രയാ? 117 ഡിഗ്രി ആണ്. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ആൻഡ് സെക്കൻഡ് വൺ തെർമൽ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, രണ്ട് മെറ്റീരിയൽ ഉണ്ട്, ബ്രാസും ഉണ്ട് സ്റ്റീലും ഉണ്ട്. ബ്രാസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ α1 ആണ്, സ്റ്റീലിന്റെ α2 ആണ്. ബ്രാസിന്റെ ഒറിജിനൽ ലെങ്ത് L1 ആണ്, സ്റ്റീലിന്റെ ഒറിജിനൽ ലെങ്ത് L2 ആണ്. മാത്രമല്ല ഈ ഒരു ഡിഫറൻസ് ഇൻ ലെങ്ത് L2 മൈനസ് L1 എന്ന് പറയുന്നത് അത് ബ്രാസിനാണെങ്കിലും ശരി അല്ല സ്റ്റീലിനാണെങ്കിലും ശരി, ആ ഒരു ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് മെയിൻറ്റൈൻഡ് സെയിം അറ്റ് ഓൾ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ΔL/ΔT എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. അതാണ് സെയിം അറ്റ് ഓൾ ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യു ക്യാൻ റൈറ്റ് ΔLന്റെ ഇക്വേഷൻ എന്താ? L∝ΔT എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ΔL/ΔT എന്ന് വെച്ചാൽ എന്താ? ആൽഫ ഇൻറ്റു L ആയിരിക്കും അല്ലെ? α L ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. L∝ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ്. വിച്ച് മീൻസ് എന്തായിരിക്കും? L1 α1 ഈക്വൽ ടു L2 α2 എന്നായിരിക്കും. L1 α1 equal to L2 α2, option B. Okay. അടുത്ത ചോദ്യം. ഇവിടെ ഉദ്ദേശിക്കുന്ന L2 മൈനസ് L1 ഇതല്ല, സ്റ്റീലിന്റെ ലെങ്ത്തും ബ്രാസിന്റെ ലെങ്ത്തും തമ്മിലുള്ള വ്യത്യാസമല്ല കേട്ടോ. നമ്മൾ ടെമ്പറേച്ചർ ഒറിജിനൽ ലെങ്ത് L ആണെന്ന് വിചാരിക്കുക, അത് ടെമ്പറേച്ചർ കൂട്ടിന്ന് വിചാരിക്കും, അപ്പൊ അതിന്റെ ലെങ്ത് L'. ഈ L' മൈനസ് L ആണ് കോൺസ്റ്റന്റ് അവർ ഉദ്ദേശിക്കുന്നത്. സെപ്പറേറ്റ് ബ്രാസിനും സ്റ്റീലിനും സെപ്പറേറ്റ്. അടുത്ത ചോദ്യം. സോ സിമിലർ ക്വസ്റ്റ്യൻ 2019 ചോദിച്ചിട്ടുണ്ട്. അതായത് കോപ്പർ റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 88 സെന്റിമീറ്റർ. അലുമിനിയത്തിന്റെ അറിയില്ല. കോപ്പറിന്റെ ആൽഫ തന്നിട്ടുണ്ട് 1.7 into 10⁻⁻⁵. അലുമിനിയത്തിന്റെ ആൽഫയും തന്നിട്ടുണ്ട് 2.2 into 10⁻⁻⁵.
നോക്കിയേ, ലെങ്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ. ഇൻക്രീസിംഗ് ലെങ്ത് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഡെൽറ്റ എൽ ബൈ ഡെൽറ്റ ടി കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ L1 alpha 1 ഈക്വൽ ടു എന്തായിരിക്കും? L2 alpha 2. ചോദ്യം L2 എന്താന്നാ? അപ്പൊ എന്ത് ചെയ്താൽ മതി? L1 into alpha 1 by alpha 2 ചെയ്താൽ മതി. L1 എത്രയാ? 88. alpha 1 എത്രയാ? 1.7 into 10 raised to minus 7 by 2.2 into 10 raised to minus 5 എന്ന് കിട്ടും. മൈനസ് 5 ഇത് മൈനസ് 5, 10 raised to minus 5 രണ്ടും ക്യാൻസൽ ആവും. അപ്പൊ നിങ്ങൾക്ക് 8.88 into 1.7 by 2.2, 22 by 88, ഇത് 40 എന്ന് കിട്ടും അല്ലെ? 2.2 88 ഡിവൈഡ് ചെയ്യുമ്പോൾ 40 എന്ന് കിട്ടും. You will get 40 into 1.7, 4 into 17 എത്രയാ? 68. 68 centimeter ഓപ്ഷൻ എ എന്ന് കിട്ടും. 68 centimeter ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. നെക്സ്റ്റ്, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. വാട്ട് ഈസ് വോളിയം എക്സ്പാൻഷൻ? ഗാമ. അത് 5 into 10 raised to minus 4 per Kelvin തന്നിട്ടുണ്ട്. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി എന്താണെന്ന ചോദ്യം. വാട്ട് ഈസ് ഡെൽറ്റ റോ ബൈ റോ? നിങ്ങൾ മനസ്സിലാക്കാം, ഡെൽറ്റ റോ ബൈ റോ ഈസ് സെയിം ആസ് ഡെൽറ്റ വി ബൈ വി. ഡെൽറ്റ റോ ബൈ റോ ഈസ് സെയിം ആസ് ഡെൽറ്റ വി ബൈ വി. ശരിക്കും ഒരു മൈനസ് ആയിരിക്കും. ഡെൽറ്റ ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ് അല്ലെ? ഡെൻസിറ്റി കൂടിയ വോളിയം കുറയും, അത്രേ വ്യത്യാസമുള്ളൂ. അതർവൈസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഡെൽറ്റ റോ ബൈ റോ ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? ഡെൽറ്റ വി ബൈ വി. ആൻഡ് വി നോ വാട്ട് ഈസ് ഡെൽറ്റ വി ബൈ വി? ഗാമ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ വി ബൈ വി എന്ന് വെച്ചാൽ എന്താ? ഗാമ ഇൻറ്റു ഡെൽറ്റ ടി. അതിൽ ഗാമ എത്ര വന്നിട്ടുണ്ട്? 5 into 10 raised to minus 4. What is the rise of temperature? Means delta T ആണ്. Delta T 40. അപ്പോൾ നിങ്ങൾക്ക് 200 into 10 raised to minus 4 എന്ന് കിട്ടും. What is 200 into 10 raised to minus 4? 2 into 10 raised to minus 2. That is 0.02 എന്ന് കിട്ടും. 0.02 ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? ഇനി ചിലപ്പോൾ അവർ വാട്ട് ഇസ് ദി പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? 0.02 into 100 ചെയ്താൽ മതി. 2%. പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഒരു ചോദ്യം നോക്കുക. ദി ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് Q1 by Q2 ചോദിക്കുന്നത്. ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് 2 solid spheres ready R1 and R2 such that R1 by R2 equal to 1.5 തന്നിട്ടുണ്ട്. That is 3/2. Q1 by Q2. We know Q1 by Q2. Q എന്ന് വെച്ചാൽ എന്താ? We can write as MC delta T. സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് C കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ ടിയും കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. വോളിയം എന്ന് വെച്ചാൽ സ്ഫിയർ അല്ലേ? ആർ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. വോളിയം പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? ആർ ക്യൂബ് ആയിരിക്കും. അപ്പൊ Q1 by Q2 ഈക്വൽ ടു എന്ത് എഴുതാം? R1 by R2 whole cube എന്ന് എഴുതാം. Q1 by Q2 equal to R1 by R2 whole cube. That is 3/2 whole cube 27/8 ഇത് കിട്ടും. 27/8 ഓപ്ഷൻ എ. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. 2016 ചോദിച്ച ചോദ്യമാണ്. Two identical bodies are made of material for which heat capacity increases with temperature. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് അല്ല, ഇറ്റ് ഈസ് ഇൻക്രീസിങ് വിത്ത് ടെമ്പറേച്ചർ. അതിലൊരു ബോഡി എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലും മറ്റേ ബോഡി എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരാൾ ഹീറ്റ് ലോസ് ചെയ്യും, മറ്റാൾ ഹീറ്റ് ഗെയിൻ ചെയ്യും. അവർ രണ്ടുപേരും ഒരു കോമൺ ടെമ്പറേച്ചറിലെത്തും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫൈനലി ഇവരുടെ കോമൺ ടെമ്പറേച്ചർ 50 ഡിഗ്രി ആയിരിക്കും. അവരുടെ കോമൺ ടെമ്പറേച്ചർ എന്തായിരിക്കും? 50 ഡിഗ്രി സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് അല്ല. എന്നുവെച്ചാൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ അനുസരിച്ച് കൂടുന്നുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സ്പെസിഫിക് ഹീറ്റും കൂടും. അപ്പൊ ഫൈനലി എന്ത് സംഭവിക്കും? ഈ 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ബോഡി കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ബോഡിക്ക് കൂടുതൽ ഹീറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. കൂടുതൽ ഹീറ്റ് ഉള്ള ബോഡി എന്ത് ചെയ്യും? കൂടുതൽ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ എന്തായാലും നമ്മുടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ടെമ്പറേച്ചർ വിൽ ബി
closer to 100 degrees Celsius. Final temperature. Final temperature is closer to 100 degree ആയിരിക്കും. കാരണം എന്താ, സ്പെസിഫിക് ഹീറ്റ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിന് അനുസരിച്ച് കൂടും. അപ്പൊ 100 ഡിഗ്രീന്റെ ബോഡിന്റെ സ്പെസിഫിക് ഹീറ്റ് ഈ ഒരു 0 ഡിഗ്രി ബോഡിന്റെ സ്പെസിഫിക് ഹീറ്റിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഫൈനൽ ടെമ്പറേച്ചർ 100നോട് അടുപ്പിച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നത്, അല്ലാതെ 50 ആയിരിക്കില്ല. 50നേക്കാളും കൂടുതലായിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ ബി. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അടുത്ത ചോദ്യം. A piece of ice falls from a high touch. ഓക്കെ, ഇപ്പൊ ഒരു ഐസ് മുകളിൽ താഴത്തേക്ക് വീഴാണ്, ഹൈ ടച്ച് എന്ന്. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് കംപ്ലീറ്റ് താഴെ വന്ന് വീഴുമ്പോൾ എന്തായിട്ട് മാറും? ഹീറ്റ് ആയിട്ട് മാറും. ഓക്കെ, കംപ്ലീറ്റ് ഹീറ്റ് ആയിട്ട് മാറും. ബട്ട് അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 1/4 ഓഫ് ദിസ് ഹീറ്റ്, ഈ ഒരു ഹീറ്റിന്റെ 1/4 ഓഫ് ദിസ് ഹീറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ആ ഒരു ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ml എന്ന് വെച്ചാൽ എന്താ? ഹീറ്റ് അബ്സോർബ്ഡ് അല്ലേ? ലേറ്റന്റ് ഹീറ്റ് ആണ് അബ്സോർബ്ഡ് ബൈ ദി ഐസ് ടു മെൽറ്റ്. മെൽറ്റ് ചെയ്യാൻ വേണ്ട ഹീറ്റ് ആണ് ml എന്ന് പറയുന്നത്. സോ m into L ആണ് 1/4 mgh ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ m ക്യാൻസൽ ആവും. യു വിൽ ഗെറ്റ് L equal to gh/4 എന്ന് കിട്ടും. ചോദ്യം h എന്താന്നല്ലേ? യു വിൽ ഗെറ്റ് 4L/g. h equal to 4L/g എന്ന് കിട്ടും. 4 into latent heat തന്നിട്ടുണ്ട് 3.4 into 10⁵ G10. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 into 3.4 എത്രയാ? 13.6 into 10⁴ മീറ്റർ എന്ന് കിട്ടും. ഓർ 136 into 10�3 മീറ്റർ എന്ന് കിട്ടും. വിച്ച് മീൻസ് 136 കിലോമീറ്റർ. ഹൈറ്റ് ഈക്വൽ ടു 136 കിലോമീറ്റർ. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ നോക്കിയേ, steam at 100 degrees Celsius is passed to 20 gram water at 10 degrees Celsius. അപ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ഹീറ്റ് ഗെയിൻ ചെയ്യും, സ്റ്റീം ഹീറ്റ് ലോസ് ചെയ്യും. ഫൈനൽ ടെമ്പറേച്ചർ വാട്ടർ തന്നെയാണ്. ഫൈനൽ വാട്ടറിന്റെ ടെമ്പറേച്ചർ 80 ഡിഗ്രി സെൽഷ്യസ് ആയി. സോ വാട്ട് വിൽ ബി ദി മാസ് ഓഫ് വാട്ടർ പ്രസന്റ്? അതാണ് ചോദ്യം. വാട്ട് ഈസ് ദി മാസ് ഓഫ് വാട്ടർ പ്രസന്റ്? ലെറ്റ് മാസ് ഓഫ് വാട്ടർ നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അതിനു മുമ്പ് 20 gram വാട്ടർ ആണ് ഹീറ്റ് ഗെയിൻ ചെയ്യുന്നത് അല്ലേ? ഹീറ്റ് ഗെയിൻ ബൈ വാട്ടർ. നമുക്കറിയാം ഹീറ്റ് ഗെയിൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? m into c into delta t ആണ്. 20 gram into വാട്ടറിന്റെ സിന്റെ വാല്യൂ 1 ആണ്. CGS യൂണിറ്റിൽ 1 calorie per gram ഇവിടെ തന്നിട്ടുണ്ട്. സിന്റെ വാല്യൂ 1 ആണ്. ഡെൽറ്റ ടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനിഷ്യൽ ടെമ്പറേച്ചർ എടുക്കുക. അപ്പൊ 20 into 70 എന്ന് കിട്ടും. 1400 calorie. ദിസ് ഈസ് ദി ഹീറ്റ് ഗെയിൻ. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് ലോസ് ബൈ സ്റ്റീം എന്തായിരിക്കും? ഇത് 1400 ആയിരിക്കും. ഈ ഹീറ്റ് എവിടുന്ന കിട്ടുന്നത്? സ്റ്റീം എന്നല്ലേ കിട്ടുന്നത്. 1400 ഹീറ്റ് എവിടുന്ന കിട്ടുന്നത്? സ്റ്റീം എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഹീറ്റ് ലോസ് ബൈ സ്റ്റീം 1400 calorie ആണ്. ഓക്കെ, ലെറ്റ് m be the mass of steam condensed. മാസ് ഓഫ് സ്റ്റീം കൺവേർട്ട് ടു വാട്ടർ m ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹീറ്റ് ലോസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഹീറ്റ് ലോസ് m into L plus mc delta t. ഞാൻ ഇവിടെ mc delta t മാത്രമേ യൂസ് ചെയ്തുള്ളൂ. പക്ഷെ ഇവിടെ m into L യൂസ് ചെയ്യാൻ കാരണം എന്താ? Why? What is the reason for using this m into L equation? Okay, m into L equation യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? കാരണമൊന്നുമില്ല. സ്റ്റീം ഹാസ് ടു കൺവേർട്ട് ടു വാട്ടർ. സ്റ്റീമിനെ വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യണ്ടേ? ആ ലേറ്റന്റ് ഹീറ്റ് അപ്പോൾ ഉപയോഗിക്കണം. അപ്പൊ ml plus mc delta t ആണ് ഹീറ്റ് ലോസ് ബൈ ദി സ്റ്റീം. ദാറ്റ് ഈസ് m into 540 plus m into 1 into 100 minus 80. m into 540 plus m into 1 into 100 minus 80. You will get 540m plus 20m
560 m. So 560 m ആണ് 560 m ആണ് 1400 കലോറി അല്ലേ? അപ്പൊ m ഈക്വൽ ടു എന്ത് കിട്ടും? 1400 ഡിവൈഡഡ് ബൈ 560 ചെയ്താൽ മതി. അപ്പൊ 140/56 കിട്ടും. സോ 14 10 ടൈംസ് പോവും, 4 പോവും, 2.5 കിട്ടും. അപ്പൊ ഓൾറെഡി ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഇപ്പൊ എന്തായിരിക്കും? ടോട്ടൽ മാസ് ഓഫ് വാട്ടർ എന്തായിരിക്കും? ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഓൾറെഡി അവിടെ 20 gram വാട്ടർ ഉണ്ട്. ഓൾറെഡി 20 gram വാട്ടർ അവിടെ ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ സ്റ്റീം എത്ര കണ്ടൻസ് ചെയ്തിട്ട് എത്ര കിട്ടി? 2.5 gram കിട്ടി. സ്റ്റീം കണ്ടൻസ് ചെയ്തിട്ട് 2.5 gram കിട്ടി. അങ്ങനെ 22.5 gram വാട്ടർ ഫോം ചെയ്യും. 22.5 gram വാട്ടർ കണ്ടൻസ് നമുക്ക് കിട്ടും. ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? നല്ലൊരു ചോദ്യമാണ്. 2014 ചോദിച്ചതാണ്. അടുത്ത ചോദ്യം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. വാട്ട് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് വെച്ചാൽ dT/T, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. dT/T പ്രൊപ്പോർഷണൽ ടു mean excess temperature. What is mean excess temperature means? Mean temperature എന്ന് വെച്ചാൽ ഒരു ബോഡിന്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 ആണെന്ന് വിചാരിക്കുക, ഫൈനൽ ടെമ്പറേച്ചർ T2 ആണെന്ന് വിചാരിക്കുക. അതിന്റെ മീൻ ടെമ്പറേച്ചർ ആണ് Tm. മീൻ ടെമ്പറേച്ചർ ആണ് Tm. T0 എന്ന് വെച്ചാൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ. T0 എന്ന് വെച്ചാൽ എന്താ? സറൗണ്ടിങ് ടെമ്പറേച്ചർ. അപ്പൊ മീൻ എക്സസ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താ? മീൻ ടെമ്പറേച്ചർ ഓഫ് ദി ബോഡിയും സറൗണ്ടിങ് ടെമ്പറേച്ചർ ബോഡിയും നമ്മൾ ഡിഫറൻസ് വിളിക്കുന്ന പേരാണ് മീൻ എക്സസ് ടെമ്പറേച്ചർ. അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ dT/T. അപ്പൊ ഇവിടെ നോക്കാം. ഇനിഷ്യലി T1 3T തന്നിട്ടുണ്ട്, T2 എന്ന് വെച്ചാൽ 2T. അപ്പൊ ഇവിടുത്തെ dt എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലെ? അതായത് 3T - 2T എന്ന് എഴുതാം, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ടൈം 10 മിനിറ്റ്. പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? 3T + 2T/2 മൈനസ് ഇതാണ് നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ. അപ്പൊ എന്ത് കിട്ടും? T/10 പ്രൊപ്പോർഷണൽ ടു 1.5T - T. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഈക്വൽ ടു K എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വേണ്ട, ഇങ്ങനെ ഇടാം. ദാറ്റ് ഈസ് T/10 ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു നമുക്കൊരു കോൺസ്റ്റന്റ് ഇടാം, K × 0.5T എന്ന് കിട്ടും. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. ഇക്വേഷൻ രണ്ടാമത്തെ കേസിൽ ഈ 2T എന്തായിട്ട് മാറുന്നു? T ആയിട്ട് മാറുന്നു. ദിസ് 2T ഈസ് കൺവേർട്ടഡ് ടു T ഡാഷ്. ആ T ഡാഷ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 2T ഈസ് കൺവേർട്ടഡ് ടു T ഡാഷ്. അപ്പൊ അവിടെ നമുക്ക് ഡിഫറൻസ് 2T - T ഡാഷ് ബൈ സെയിം 10 മിനിറ്റ് ആണ്, ഈക്വൽ ടു കോൺസ്റ്റന്റ് K × ഇവിടുത്തെ മീൻ ടെമ്പറേച്ചർ എന്തായിരിക്കും? 2T + T ഡാഷ് ബൈ 2 എന്ന് എഴുതാം. മീൻ ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് 2T - T ഡാഷ് ബൈ 10. ഇവിടുന്ന് നമുക്ക് Kന്റെ വാല്യൂ കണ്ടുപിടിക്കാം. TT ക്യാൻസൽ ആകും. വാട്ട് ഈസ് K ഈക്വൽ ടു? യു വിൽ ഗെറ്റ് 1/5 എന്ന് കിട്ടും അല്ലെ? K ഈക്വൽ ടു ഇവിടുന്ന് 1/5 എന്ന് കിട്ടും. സോ 1/5 ഇൻറ്റു നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 2T/2 + T ഡാഷ് ബൈ 2 മൈനസ് T. അപ്പൊ 2 ക്യാൻസൽ ആവും, TT ക്യാൻസൽ ആവും. You will get 2T - T dash by 10 equal to T dash by 10 എന്ന് കിട്ടും. T dash by 10. 10 cancel ആവും. 2T - T dash equal to T dash. 2T equal to 2T dash എന്ന് കിട്ടും. 2 cancel ആവും. T dash equal to എന്ത് കിട്ടും? T എന്ന് തന്നെ കിട്ടും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. So this is Newton's law of cooling. അത് ഓൾറെഡി തിയറി അറിയുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അറിയാത്തവര് ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കാണാം. നമ്മൾ എന്തായാലും ഇതിന്റെ ഒരു പ്രോബ്ലം കൂടി നമ്മൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. നോക്കാം. ഫൈനൽ ക്വസ്റ്റ്യൻ 2014 സിമിലർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിഷ്യലി നോക്കിയേ, T1 70 ഡിഗ്രി സെൽഷ്യസും T2 60 ഡിഗ്രി സെൽഷ്യസും ടൈം 5 മിനിറ്റും സറൗണ്ടിങ് ടെമ്പറേച്ചർ 54 തന്നിട്ടുണ്ട്. സറൗണ്ടിങ് ടെമ്പറേച്ചർ തന്നിട്ടില്ല, അതാ കണ്ടുപിടിക്കുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കൺസെപ്റ്റ് എന്താ? dt by small t proportional to Tm minus d0. Tm എന്ന് വെച്ചാൽ എന്താ? ഇവിടുത്തെ മീൻ ടെമ്പറേച്ചർ ആണ്. Tm എന്ന് വെച്ചാൽ മീൻ ടെമ്പറേച്ചർ ആണ്. T1 plus T2 by 2 ആണ്. ഫസ്റ്റ് കേസിൽ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് 70 minus 60 by 5 equal to a constant k into 70 plus 60 by 2 minus T0 എന്ന് എഴുതാം. എഴുതിക്കൂടെ? That is 10 by 5 equal to k into 65 minus T0 എന്ന് കിട്ടും. or k into 65 minus T0 equal to 5 എന്ന് കിട്ടും ഇക്വേഷൻ 1. k into 65 minus 0 T0 equal to 5. രണ്ടാമത്തെ കേസിൽ ഈ 60 ഡിഗ്രി സെൽഷ്യസ് എന്തായിട്ട് മാറുന്നു? 54 ഡിഗ്രി ആയിട്ട് മാറുന്നു. ഓക്കെ, അതെ 5 മിനിറ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടെമ്പറേച്ചർ ഡിഫറൻസ് 60 minus 54 by 5 equal to constant k into 60 plus 54 by 2 minus T0. So you will get എന്ത് കിട്ടും? 60 minus 54, 6 by 5 equal to k into ഇതിന്റെ എത്ര കിട്ടും? 60 plus 54 by 2. $57 അല്ലേ? 57 ആണോ? അതെ, മൈനസ് T0 or k into 57 minus T0 equal to 6 by 5 എന്ന് കിട്ടും. അല്ല, നമുക്ക് 5k into ഇങ്ങനെ എഴുതാം. 5k into 57 minus T0 equal to 6, equation 2. ഇനി equation 2 by equation 1 ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 5k into 57 minus T0 by k into 65 minus T0 equal to 6 by 5 എന്ന് കിട്ടും. k cancel ആവും. You will get cross multiply ചെയ്യാം. 25 into 57 minus T0 equal to 6 into 65 minus T0 എന്ന് കിട്ടും. കിട്ടില്ലേ? സോ ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. അപ്പൊ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ വേറെ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെന്ന് വിചാരിക്കണം. 6 by 5 equal to k into 57 minus T0 കറക്റ്റ് ആണ്. പിന്നെ അതുപോലെ ഇവിടെയും കറക്റ്റ് അല്ലേ? രണ്ടും കറക്റ്റ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈയിങ് സമയം കളയുന്നില്ല. സിംപ്ലിഫൈ, യു വിൽ ഗെറ്റ് T0 equal to 45 കിട്ടണം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 45 കിട്ടണം. ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ എഴുതിയ ഇക്വേഷൻസ് കറക്റ്റ് ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് തരുമ്പോൾ ഓപ്ഷൻ എ എന്ന് കിട്ടണം. ഓക്കെ, സോ കുറച്ച് ലെങ്തി സെഷനായി, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിന്റെ ഒരു പാർട്ട് കൂടി ഉണ്ട്, തെർമൽ പ്രോപ്പർട്ടീസ്. നമുക്കത് അടുത്തൊരു സെഷനിൽ കാണാം. അതുവരെ ബൈ, സി യു, ടേക്ക് കെയർ. താങ്ക് യു.